ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 8th ചാപ്റ്റർ ക്വാഡ്രിലേറ്ററൽസ് ഇതിലെ എക്സസൈസ് 8.2-ലെ 3rd ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യുന്നത്. ABCD ഈസ് എ റെക്റ്റാങ്കിൾ ആൻഡ് PQR ആൻഡ് S ആർ midpoints of the sides AB, BC, CD and DA respectively. സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ തന്നെ. Show that the quadrilateral PQRS is a rhombus. ചെയ്ത് നോക്കാം. ഇവിടെ ഇൻ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABC, P ആൻഡ് Q, ട്രയാങ്കിൾ ABC നോക്കുക. അവിടെ പിയും ക്യൂവും മിഡ് പോയിന്റ് ആണ്. ആർ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് AB ആൻഡ് BC. അപ്പം അതിൽ നമുക്ക് therefore PQ പാരലൽ AC ആൻഡ് PQ ഈക്വൽ ടു ഹാഫ് AC എന്ന് എഴുതാം, കാരണം മിഡ് പോയിന്റ് തിയറം. അതുപോലെ തന്നെ ഇൻ ട്രയാങ്കിൾ ADC നോക്കുക. ADC ഈ ട്രയാങ്കിൾ, മുകളിലത്തെ ട്രയാങ്കിൾ, അവിടെ SR പാരലൽ AC ആൻഡ് SR ഈക്വൽ ടു ഹാഫ് AC. ഇവിടെ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1 and 2 we get PQ പാരലൽ SR ആൻഡ് PQ ഈക്വൽ ടു SR. അപ്പോൾ ഇൻ ക്വാഡ്രിലേറ്ററൽ PQRS, PQ parallel SR and PQ equal to SR. അതായത് one pair of opposite sides equal and parallel. Therefore PQRS is a parallelogram. PQRS ഒരു പാരലോഗ്രാം ആണ് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിവിടെ PQ ഈക്വൽ ടു SR എന്നുള്ളൊരു മൂന്നാമത്തെ, അത് കഴിഞ്ഞ പേജിൽ എഴുതേണ്ടതായിരുന്നു, മൂന്നാമത്തെ ഇക്വേഷനായിട്ട് നമുക്ക് എഴുതി വെക്കാം. കാരണം ഇക്വേഷൻ വെച്ച് നമുക്ക് ഇനി പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് നമ്മുടെ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്കിത് റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി PQRS പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ ആയിരിക്കും. വൺ പെയർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, മറ്റേതും അങ്ങനെ ആയിക്കോളും. ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ADയും BCയും നോക്കാം. ABCD ഈസ് എ റെക്റ്റാങ്കിൾ എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AD ഈക്വൽ ടു BC എന്ന് നമ്മൾ എഴുതുന്നു. അത് ഇക്വേഷൻ നമ്പർ നമുക്ക് 4 എന്ന് കൊടുക്കാം. റീസൺ തന്നിട്ടുണ്ട്, നമുക്ക് ഗിവൺ ആണ്. Therefore half AD equal to half BC ആയിരിക്കും. That implies AS equal to BQ. AS equal to BQ. കാരണം എസും ക്യൂവും മിഡ് പോയിന്റ്സ് ആണ് നമുക്കറിയാം. S ആൻഡ് Q ആർ മിഡ് പോയിന്റ്സ്. ഇനി ഇൻ ട്രയാങ്കിൾ APS പേര് നോക്കുക. APS ഈ ചെറിയ ട്രയാങ്കിൾ ആൻഡ് ട്രയാങ്കിൾ BPQ ഈ ട്രയാങ്കിളും ഈ ട്രയാങ്കിളും നോക്കുക. അതിൽ AP ഈക്വൽ ടു BP ആണ്, കാരണം P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. അതുപോലെ AS ഈക്വൽ ടു BQ ആണ്, അത് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. PAS ഈക്വൽ ടു ആംഗിൾ PBQ. റെക്ടാങ്കിൾ എന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ ഈച്ച് 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ആംഗിളും ഇവിടെ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Therefore ട്രയാങ്കിൾ APS ഈ ട്രയാങ്കിളും കോൺഗ്രുവന്റ് ടു BPQ ഈ ട്രയാങ്കിൾ, അവിടെ 1 and 2 എന്ന് മാർക്ക് ചെയ്ത ട്രയാങ്കിൾ, ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് PS ഈക്വൽ ടു PQ. ഇവിടെ PS-ഉം PQ-ഉം ഈക്വൽ ആണ്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ബാക്കിയുള്ള സൈഡുകൾ, അതായത് SR-ഉം PQ-ഉം നമ്മൾ ഈക്വൽ ആണെന്ന് നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് PS-ഉം PQ-ഉം ഈക്വൽ ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 4 സൈഡ്സും ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഫ്രം ഇക്വേഷൻ 3 and 4 we have PQ ഈക്വൽ ടു QR ഈക്വൽ ടു RS ഈക്വൽ ടു SP. PQ QR RS SP 4 സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ഒരു പാരലോഗ്രാമിന്റെ 4 സൈഡും ഈക്വൽ ആണെങ്കിൽ for sides of a parallelogram are equal, then it is a rhombus. It becomes a rhombus. That is PQRS. PQRS is a rhombus. അപ്പോൾ PQRS rhombus ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയും.